അല്ല, യോജിച്ചാണല്ലോ പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ എല്ലാവരും കൂടെ ഗവൺമെന്റിന് മെമ്മോറാണ്ടം കൊടുത്തു. പോരാട്ടം എന്ന് പറഞ്ഞാൽ അതല്ലേ. നമ്മളവിടെ ഇപ്പോൾ പാർലമെന്റിന്റെ മുമ്പിൽ പോയി സത്യാഗ്രഹം നടത്തിയിട്ട് കാര്യമുണ്ട്. എല്ലാ എം പിമാരും ഒരുമിച്ച് പ്രധാനമന്ത്രിക്കും അതുപോലെ ആഭ്യന്തരമന്ത്രിക്കും നിവേദനം കൊടുത്തല്ലോ. എല്ലാവരും സഹകരിച്ചല്ലേ കൊടുത്തത്. സംസ്ഥാന സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് ചൂണ്ടിക്കാണിച്ചത്. അതുപോലൊരു കാര്യത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരിനെതിരായി പ്രക്ഷോഭം നടത്താൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. വേറെ ഒന്നുമല്ല, അവിടുത്തെ ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതിൽ രാഷ്ട്രീയം. പക്ഷേ നിവൃത്തിയില്ലാതെ വന്നാൽ അവരെ സഹായിക്കാൻ ഞങ്ങൾ അങ്ങോട്ട് പോകേണ്ടി വരും എന്ന് ഗവൺമെൻറ്റിന് വളരെ സ്നേഹപൂർവ്വം ഞങ്ങളൊരു മുന്നറിയിപ്പ് നൽകിയതാണ്. വല്ലാതെ വൈകിപ്പോയി. കേന്ദ്ര സർക്കാരിന്റെ സഹായം ഏറ്റവും അനിവാര്യമാണ്. ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം, ഭൂമി കണ്ടെത്തണം, ഈ എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന്റെ വീട് എങ്ങനെയാണ് ലഭിക്കുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു അവ്യക്തതയുണ്ട്. അല്ല, കേന്ദ്രത്തിനോട് ചോദിക്കുകയല്ലേ നിരന്തരം. പാർലമെന്റിൽ പറയുന്നു, അവരെ കാണുന്നു, ചർച്ച ചെയ്യുന്നു. അവരെ കാണിക്കുന്നത് അങ്ങേ അറ്റത്തെ ദ്രോഹമാണ്. പക്ഷെ നമുക്കിപ്പോൾ വീട് വയ്ക്കാൻ 100 വീട് വയ്ക്കാൻ കർണാടക ഗവൺമെൻറ് പണവും അതിന് സ്ഥലവും വാങ്ങിക്കാൻ പണം തയ്യാറാ. മുസ്ലിം ലീഗ് 100-300 വീടുകൾ ഉടനെ നമുക്ക് സംസ്ഥാന ഗവൺമെന്റ് വിചാരിച്ചാൽ തുടങ്ങാമല്ലോ. അല്ല, പറ്റും. അതല്ലേ ഞാൻ പറഞ്ഞത്. അതെ, അതൊക്കെ ചെയ്താൽ മതി. നമ്മൾ ഇത്ര ആവശ്യപ്പെടുന്നുള്ളൂ. ആദ്യമായിട്ട് അതിനൊരു നോഡൽ ഓഫീസറെ വയ്ക്കണം. ആദ്യം ഞാൻ പറയട്ടെ, ഒരു സാധാരണ നമ്മളത് ഒരു വലിയ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ. ടൗൺഷിപ്പ് ആദ്യം ഭൂമി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ടൗൺഷിപ്പിന് അതിൻ്റെ പ്ലാനും ഡിസൈനും തയ്യാറാക്കണ്ടേ, വീടിൻ്റെ ഡിസൈനും പ്ലാനും തയ്യാറാക്കണ്ടേ. എന്നിട്ടല്ലേ നമ്മൾ സ്ഥലമെടുത്ത് ലൈസൻസിന് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിനെത്ര നാളെടുക്കും? ഇപ്പോൾ എത്ര മാസം കഴിഞ്ഞു? പ്രാരംഭ പ്രവർത്തനങ്ങൾ പോലും തുടങ്ങാതിരിക്കുന്നത് കൊണ്ടാണ് ആ മുണ്ടക്കൻ ചൂരൽമല പ്രദേശങ്ങളിലെ ജനങ്ങൾ ഇന്ന് വല്ലാതെ പരിഭ്രാന്തരായിരിക്കുന്നു. അതോടൊപ്പം നമുക്ക് ഒരുമിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിന് അവർ അരങ്ങുന്നില്ലെങ്കിൽ അവർക്കെതിരായി നീങ്ങാനും നമുക്ക് നമ്മൾ ഇപ്പോൾ ഒരുമിച്ചാണ് നിൽക്കുന്നത്. അല്ല, LDFിൻ്റെ കൂടെ ഒന്നും ഞങ്ങൾ പ്രക്ഷോഭത്തിനില്ല. ഗവൺമെൻറ് അതിനുവേണ്ടി നടത്തുന്ന എല്ലാ നീക്കങ്ങൾക്കും UDF പിന്തുണ നൽകും. പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി ഒറ്റയ്ക്കാണ് കാണാൻ പോയി. അന്ന് വാസ്തവത്തിൽ മുഖ്യമന്ത്രിക്ക് ഇവിടുത്തെ എല്ലാ കക്ഷി നേതാക്കളുമായി പോയി കാണാമായിരുന്നു. അതുകൊണ്ട് അവർ തമ്മിൽ എന്താ സംസാരിച്ചതെന്ന് നമ്മളുടെ അജ്ഞതയിലാണ്. വളരെയധികം ഉണ്ട്. അത് എപ്പോഴും അതപ്പോൾ പോവും. അതിൻ്റെ നടപടിക്രമം അനുസരിച്ച് അപ്പീൽ കൊടുക്കുക. ചിലപ്പോൾ അപ്പീൽ അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ മറ്റ് നടപടികളുടെ ആവശ്യം. അപ്പീൽ അംഗീകരിക്കാതെ ഈ രാഷ്ട്രീയപരമായി ഉണ്ടാക്കിയ വാർഡുകളുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ പിന്നെ അതിനുള്ള സൊല്യൂഷൻ കോടതിയെ സമീപിക്കുക എന്നുള്ളത്. അതിൽ ആരും മടിക്കൂലല്ലോ. അതെ, പക്ഷെ BJP കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുത്ത് നോക്കിയപ്പോൾ കോർപ്പറേഷൻ ഉൾപ്പെടെ വലിയ മുന്നേറ്റവും ഈ ഭരണവിരുദ്ധ വികാരം ഭിന്നിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാവും. ഒരിക്കലുമില്ല. BJPക്കെതിരായിട്ടും ഭരണവിരുദ്ധ വികാരമുണ്ട്. ഇപ്പോൾ വയനാടും മറ്റു സ്ഥലങ്ങളിലൊക്കെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ വലിയ അവഗണനയ്ക്കും അനീതിക്കുമെതിരെ ശക്തമായ ജനവികാരമുണ്ട്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിനും എതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം തന്നെയാണ് നമുക്ക് വയനാടിലും പാലക്കാടും മറ്റെവിടെയും കണ്ടത്. അതെന്താണെന്ന് വെച്ചാൽ 2 സ്ഥാനാർത്ഥികളും മത്സരിക്കുകയായിരുന്നല്ലോ. LDFിൻ്റെ സ്ഥാനാർത്ഥിയും BJPയുടെ സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയും കൂടെ അല്ലേ മത്സരിച്ചത്. ആ മത്സരത്തിൽ UDFന് കിട്ടിയ വോട്ടുകൾ എന്ന് പറയുന്നത് 2 സർക്കാരുകൾക്കും എതിരായിട്ടുള്ള അവരുടെ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം കൂടി ഈ വോട്ടിലുണ്ട്. ഈ മുരുകം വിഷയത്തിൽ ആരെയും കുടിയൊഴിപ്പിക്കരുത് എന്നുള്ള നിലപാടാണ് എല്ലാ UDF നേതാക്കളും സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു വ്യക്തതയില്ലാത്തത് മുൻപത്തേത് വഖഫ് ഭൂമിയാണ്. ആ തർക്കത്തിന് ഇപ്പോൾ പ്രസക്തിയില്ല. അതൊക്കെ കോടതിയിൽ കിടക്കുന്ന കാര്യമാണ്. അപ്രസക്തമായ കാര്യങ്ങൾ ചോദിക്കും. UDFിൻ്റെ നിലപാട് അവരുടെ ഒരാളെ പോലും പുറത്ത് വിടാൻ പാടില്ല. അവർ തലമുറകളായിട്ട് അവിടെ താമസിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഈ വഖഫ് ഭേദഗതി നിയമം വന്നപ്പോഴല്ലേ
ഇത് വഖഫ് ഭൂമിയാണോ ഇല്ലയോ എന്ന് ചോദിക്കുന്നത്? അതിന് മുമ്പ് ആരെങ്കിലും ചോദിച്ചോ? ആദ്യം ചോദിച്ചത് BJP അല്ലേ? ഇത് നീട്ടിക്കൊണ്ട് പോകുന്നത് എന്തിനാ? രണ്ട് സമുദായങ്ങൾ തമ്മിൽ അടിക്കാൻ വേണ്ടിയാണ്. ലീഗ് പറഞ്ഞത് വഖഫ് ഭൂമി എന്നാണ്. ലീഗ് വളരെ വ്യക്തമായിട്ടും തീർച്ചി പറഞ്ഞു. ലീഗിൻ്റെ കാര്യം ഞാനല്ല പറയേണ്ടത്, ലീഗ് നേതാക്കൾ പറഞ്ഞു. ഇവിടെ നിങ്ങൾക്കറിയേണ്ടത് ഇത് വഖഫ് ഭൂമിയാണോ ഇല്ലയോ എന്നാണ്. ഞങ്ങൾ ഗവൺമെൻറ്റിനോട് പറയുന്നതും ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നതും ഇത് ഈ ഭൂമിയിൽ നിന്ന് ഒരാളെയും കുടിയൊഴിപ്പിക്കാൻ പാടില്ല. അതെ, പക്ഷേ സർക്കാരിന് ഇതാണ് പ്രത്യക്ഷ നിലപാടെങ്കിലും പരോക്ഷമായി ഇത് നീട്ടിക്കൊണ്ട് പോകുന്നത് വഴി രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ ശക്തിപ്പെടട്ടെ എന്ന ഒരു ദുർചിന്ത സർക്കാരിന്റെ മനസ്സിലുണ്ട്. ലീഗിന്റെ ഒരു MLA തന്നെ അവിടെ മുനമ്പത്ത് കഴിയുന്ന സ്ഥലവാസികൾക്ക് കരമടയ്ക്കാനുള്ള അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അല്ല, അതൊന്നും ഒരു വ്യക്തി എന്ത് പറഞ്ഞു എന്നുള്ളത് അല്ലല്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓരോ നേതാക്കന്മാരും ഓരോന്ന് പറയുന്നതിന് മാർക്സിസ്റ്റ് പാർട്ടി അത് ഓൺ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് പാർട്ടിയുടെ നിലപാടാണ് പ്രധാനം, മുന്നണിയുടെ നിലപാടാണ് പ്രധാനം. പ്രതിപക്ഷ നേതാവ് വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് എതിർത്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ അല്ല, അതൊക്കെ കഴിഞ്ഞു. ഇന്നലെ UDF ആണ് ഇന്ന് UDF യോഗമാണ് പറഞ്ഞത്. അല്ല, അത് പറയേണ്ട ഉത്തരം പറയേണ്ടത് ഞാനല്ല, കോടതിയാണ്. കോടതി കേസ് കിടക്കുക. അല്ലല്ല, പ്രതിപക്ഷ നേതാവ് കോടതിയിലെ കേസിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഈ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ബാധ്യത ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ മുമ്പിലുള്ളത് അവിടെ തലമുറകളായി താമസിക്കുന്നവർ ഇവിടെ സമരം നടത്തുകയാണ്, അവർക്ക് ഭൂമി കൊടുക്കണം. എന്ത് പ്രോബ്ലം വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോള. അല്ലല്ല, പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക. ഞങ്ങളുടെ മുമ്പിൽ ഒരു പ്രോബ്ലം ഇല്ല. UDF കൺവീനർ എന്ന നിലയിൽ ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്ത തീരുമാനമാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ബാധ്യത എനിക്കോ UDFനോ അല്ല. ഒരാശയക്കുഴപ്പമില്ല. ആശയക്കുഴപ്പം മാധ്യമ പ്രവർത്തകർക്കോ മാർക്സിസ്റ്റ് പ്രവർത്തകർക്കോ ഉണ്ടായിരിക്കാം, ഞങ്ങൾക്കില്ല.